ഞാൻ മദ്യപിച്ച് മയക്കുമരുന്നിനും ഉപയോഗത്തിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ 2 കർത്താവിൻ്റെ ദാസന്മാർ എൻ്റെ ഭവനത്തിൽ വന്നു. എന്നാൽ എൻ്റെ സാക്ഷ്യം ഇതാണ്, അവിടെ ഞാൻ രക്ഷിക്കപ്പെട്ടില്ല. എങ്കിലും എൻ്റെ ഒരു സഹോദരൻ്റെ ഭവനത്തിൽ ഈ ദൈവദാസന്മാർ പിറ്റേ ആഴ്ചയിൽ ഒരു വ്യാഴാഴ്ച തീരു കൂട്ടായ്മ നടത്തി. കൂട്ടായ്മ നടത്തിയതായ സാഹചര്യങ്ങളിൽ മറ്റെന്തിനും എന്ത് ചെയ്തു? മനുഷ്യർക്ക് അധികാരമുണ്ട്. കാര്യം ദേവദാസൻ ചോദിച്ചു, ഈ പഠിക്കൽ മദ്യപിച്ചേച്ച് ഒരാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും അനങ്ങുമോ? ഇല്ല, അനങ്ങത്തില്ല. കാര്യം ഞാനതിൻ്റെ സാക്ഷിയാണ്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഈ ദൈവദാസന്മാർ സുവിശേഷം അറിയിച്ച് ഒരു കൂട്ടായ്മ വെക്കണം എന്ന് പറഞ്ഞു. അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. ഇവരുടെ ഭവനത്തിൽ കൂട്ടായ്മ വെച്ചപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ കൂടെ നടന്നവരും ഒന്നിച്ച് വിഷയങ്ങൾ അവതരിപ്പിച്ച് എല്ലാ തോന്നിവാസത്തിലും അങ്ങനെ ഒറ്റവാക്കി പറഞ്ഞാൽ നടക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? ഈ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചു, എഴുന്നേറ്റു. ഹല്ലേലൂയ സ്തോത്രം. മറക്കാനാകാത്തൊരു സാക്ഷ്യമാണ് അത്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ആ നിമിഷം എന്ത് ചെയ്തെന്നറിയാമോ? മുട്ടുകാല് വെട്ടും എന്നുള്ള അവസ്ഥയിൽ ഈ ദൈവദാസന്മാരുടെ നേരെ എന്ത് ചെയ്തു? ഇവർ കയർത്തു. കാര്യം ഒരു ഭവനങ്ങളിൽ പോലും അന്ന് സമാധാനമില്ല. എനിക്ക് പറയുന്നതിന് ഒരാശയവുമില്ല. കാര്യം അത്രയ്ക്ക് നീചമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭവനത്തിലെ വ്യക്തി ജീവിതങ്ങൾ സുവിശേഷത്തിനെതിരായിട്ട് അവിടെ എഴുന്നേൽക്കുകയാണ് ഉണ്ടായത്. ഹല്ലേലൂയ. അന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞ ഒറ്റ കാര്യമാണ്, ഇതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി വീട്ടിൽ സമാധാനമില്ല, നല്ല വാക്ക് പറയില്ല, പ്രാർത്ഥനയില്ല, ഓടിക്കൊണ്ടിരിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ സുവിശേഷം കൊണ്ട് വന്ന വ്യക്തി എന്തുകൊണ്ട് തകർക്കുമെന്ന് പറഞ്ഞു എൻ്റെ ചിന്തയാണ്. അന്ന് രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങി. അതിന് മുമ്പായിട്ട് ഇവർ ചാടി വന്നു. ഞാൻ പറഞ്ഞു, പ്രശ്നമുണ്ടാക്കരുത്, അവർ പ്രാർത്ഥിച്ചു അവരുടെ വഴിക്ക് പോകും എന്ന് പറഞ്ഞതായ സാഹചര്യത്തിൽ പറഞ്ഞു, നീയും തല്ലുകൊള്ളും എന്ന് പറഞ്ഞു. അപ്പം അന്നും ഇന്നും നമ്മൾ ആരും എന്ത് ചെയ്യുന്നു? വാശിക്ക് മാറുന്നവരല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. എന്നെ വളരെയധികമായി ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തായ ആ ഒരാഴ്ച എന്നെ വിട്ട് കടന്ന് മുന്നോട്ട് പോകുവാൻ തുടങ്ങിയ ദിവസങ്ങൾ, കൂട്ടുകൂടി നിന്നവരുടെ മധ്യത്തിൽ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, വീട്ടുകളി സ്ഥലത്ത് നിന്നാണ് പറഞ്ഞു, അടുത്ത വ്യാഴാഴ്ച കൊണ്ട് ഒരു ദിവസമുണ്ടെങ്കിൽ രക്ഷയെന്തോന്നൊന്നും അറിഞ്ഞിട്ടില്ല കർത്താവിൻ്റെ ദാസന്മാരെ, എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ കൂട്ടായ്മ നടത്തും. ആർക്ക് തടയുവാൻ കഴിയും? ആരാണ് കാല് വെട്ടുവാൻ വരുന്നത്, കൈ വെട്ടുവാൻ വരുന്ന ആരാണെന്ന് ഞാൻ വെല്ലുവിളിക്കുവാനിടയായി. സ്തോത്രം. കാര്യം എൻ്റെ തൻ്റെ ഇടം കൊണ്ടല്ല. അന്ന് ഇത് പറഞ്ഞെങ്കിലും എൻ്റെ കണ്ണിൽ കൂടെ ധാരധാരയായിട്ട് കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു ചോദ്യത്തിനും ഉത്തരമില്ല. അന്ന് ഞാൻ പ്രാർത്ഥിപ്പാൻ അറിയത്തില്ല. ചെറിയ തോതിൽ കർത്താവേ എന്നെ രക്ഷിക്കണം, എന്തുകൊണ്ട് മറ്റെല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, നിന്നെ വിളിച്ചപേക്ഷിക്കുവാൻ എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല എന്നുള്ള ചോദ്യചിഹ്നം എൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയതായ സാഹചര്യങ്ങളിൽ സ്തോത്രം. പിറ്റേ വ്യാഴാഴ്ച വന്നു എൻ്റെ വീട്ടിൽ ഇവരെ ക്ഷണിച്ചു വരുത്തി. ഞാനെന്ത് ചെയ്തെന്നറിയാമോ? പുറത്തുപോയി. കാര്യം അതൊരു വാശിപ്പുറത്തായിരുന്നു. അപ്പം ഞാൻ പുറത്തു പോയിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നവരെ കാണാൻ വേണ്ടി ഞാൻ പതുങ്ങിയിരിക്കും ഇരുത്തത്ത്. ഇവർ സന്തോഷമായിട്ട് ആ ഭവനത്തിൽ പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രാർത്ഥിച്ചു. സഹോദരങ്ങളൊക്കെ ഇറങ്ങി വന്ന് 2-3 പേര് വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ പറഞ്ഞ വ്യക്തി ജീവിതങ്ങളൊക്കെയും അവിടെ ഇവിടെയായിട്ട് കയ്യാലേ മറവ് ചെയ്തു. എന്നാൽ ഞാൻ പറയട്ടെ, ഒരൊറ്റ വ്യക്തി പോലും എന്ത് ചെയ്തു? പ്രതികരിക്കുവാൻ അവിടെ വരുവാൻ ഇടയായില്ല. അവിടെ ഇവിടെയും പതിയിരുന്നവന്മാരെന്തോ കാണിക്കുന്നതെന്നറിയോ? സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ആഴ്ചയിൽ നടന്ന ഒരു സംഭവം പറഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ഉറ്റ സ്നേഹിതനായിരുന്നവനിൽ നിന്ന് ഞാൻ അകലാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് ഈ സംഭവിച്ചതിനെ കുറിച്ച് എനിക്കൊന്നും അങ്ങോട്ട് കിട്ടുന്നില്ല, പിടികിട്ടുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണ്. ചില സാഹചര്യങ്ങളിൽ
പിടികിട്ടത്തില്ല. കാര്യം എന്താണ് ഇവിടെ സംഭവിച്ച്? എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, ദൈവത്തെ വിളിക്കുവാൻ സ്വാതന്ത്ര്യമില്ല. ദൈവം ആരാണെന്നുള്ള ചിന്ത ഭാവിയായ എന്നിൽ എന്ത് ചെയ്തു? ഉടലെടുക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ ക്രിയ അവിടെ നടക്കുവാൻ തുടങ്ങി. നടമാടിക്കൊണ്ടിരുന്ന സാഹചര്യം സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ഉറ്റ സ്നേഹിതൻ ഇരുവാത്തലുള്ള ഒരു വാളുമായി എന്ത് ചെയ്തു? റോഡിൽ വെച്ച് എൻ്റെ നേരെ കുത്തിക്കീറാൻ വേണ്ടി വന്നു. ഇത് എനിക്ക് ഏകദേശം ഒരു വിശ്വാസമായി. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതിനാണ് ഇവൻ വാളെടുത്ത്. ഇതിനു മുമ്പ് ഇവൻ വാളെടുക്കുകയില്ല എൻ്റെ നേരെ. കാര്യം ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ജീവിതം. എന്നാൽ വാളെടുത്ത് മുൻപോട്ട് വന്ന് കുത്തിക്കീറുമെന്ന് പറഞ്ഞു എൻ്റെ വാള് എൻ്റെ കാൽച്ചോട്ടിൽ വീണു. ഹല്ലേലൂയ. എങ്ങനെ വീണു? ഞാൻ തൊട്ടില്ല. എൻ്റെ നേരെ വാൾ ഓങ്ങിയപ്പോൾ ആ വാൾ എൻ്റെ കാൽച്ചോട്ടി വീണു. മറ്റൊരു വ്യക്തിയാണെങ്കിൽ ഒരു ശത്രുവിനെ എന്ത് ചെയ്യും? അവനെ തകർത്ത് കളയും ആ വാളെടുത്ത്. എന്നാൽ ദൈവം എന്നോട് സംസാരിച്ചു, എൻ്റെ ബുദ്ധിമണ്ഡലത്തോട് ഇടപെട്ടു. അരുതേ, ആ വാളെടുത്തിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ ആ ആളിൻ്റെ അമ്മയുടെ കൊണ്ടുകൊടുത്തു. ഹല്ലേലൂയ. അമ്മയുടെ കൊണ്ടുകൊടുത്തതായ ആ സാഹചര്യത്തെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇനി ഈ മോൻ്റെ ഈ കത്തി കൊടുത്തു വിടരുത്. ഇവൻ ഈ കത്തി എടുത്താൽ അന്ന് അവന് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞേച്ച് ഞാൻ എൻ്റെ പുറകെ ഒത്തിരി അതും പറഞ്ഞുകൊണ്ടാവും വന്നു. മോശമായ വാക്കുകളൊക്കെ പറഞ്ഞ് ഒരു വാക്ക് പോലും മിണ്ടിയില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ കത്തി ഞാൻ പോയതിന് ശേഷം വീണ്ടും അവൻ എടുക്കുവാനാണ്. എൻ്റെ നേരെയല്ല, എടുത്തുകൊണ്ട് സംരക്ഷണത്തിന് ഊന്നിക്കൊണ്ടുപോയി. അറിഞ്ഞുകൊള്ളട്ടെ, അതിൻ്റെ പിറ്റേ ആഴ്ച ഈ കത്തി എടുത്ത അതിൻ്റെ പിറ്റേ ആഴ്ച മുതൽ എന്ത് ചെയ്യുന്നറിയാമോ? ദേശത്തുള്ളവരൊക്കെ എന്ത് ചെയ്തു? അടിക്കുവാൻ തുടങ്ങി, ഓടിച്ചിട്ടടിക്കുവാൻ തുടങ്ങി. കേസായി, പ്രശ്നങ്ങളായി. അങ്ങനെ ഓടി എന്ത് ചെയ്തു? ആ വ്യക്തി ജീവിതങ്ങൾ നാശത്തിൻ്റെ വക്കിലേക്ക് പോയി. എന്നാൽ ഇവിടെ ഒരുപറ്റം ജനം ഉണരണമായിരുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ ക്രിയ നടക്കുന്നത്. ഇവിടെ ഞാൻ വിശ്വസിച്ചു, എൻ്റെ ദൈവം അതിശക്തനാണ്. വാശിപ്പുറത്തെങ്കിലും വൈരിയുടെ പുറത്തെങ്കിലും എന്ത് ചെയ്തു? ശത്രുവിനെ എതിരിടാൻ വേണ്ടി ഒറ്റ വാക്കി പറഞ്ഞെങ്കിലും എന്നെ കൊണ്ട് എൻ്റെ കർത്താവിന് ആവശ്യം ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കി. കാര്യം വാളെടുത്തവൻ എന്ത് ചെയ്തു? വാൾ കാൽച്ചോട്ടി കൊണ്ടിടുന്നതിന് സാമാന്യ ശക്തി അല്ല, ദൈവത്തിന്റെ ശക്തി അവിടെ ഇറങ്ങി അവിടെ പ്രവർത്തിക്കുവാനിടയായി. ആ ശക്തിക്കുള്ളിൽ ഹല്ലേലൂയ കൃപ വ്യാപരിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ള ദൈവജനമേ, പറഞ്ഞുകൊള്ളട്ടെ, വഴക്കും മല്ലും ഹല്ലേലൂയ മദ്യപിച്ച് അനേക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നതായ ഭവനങ്ങളിൽ ചെറിയ കുടുംബ പ്രാർത്ഥന രൂപപ്പെട്ടു. ചെറിയ കുടുംബ പ്രാർത്ഥന രൂപപ്പെട്ടപ്പോൾ ചെറിയ മാനസാന്തരത്തെ കൊടുക്കുവാനിടയായി. മറ്റേ ആഴ്ചയിൽ 5 ദിവസം അല്ലെ 6 ദിവസം ഉണ്ട്, 6 ദിവസം വൈകിട്ട് ഓരോ ഭവനത്തിൽ വഴക്കാണ്. അല്ലെങ്കിൽ ഓരോ ഭവനത്തിലും വഴക്കാണ്. അന്ന് ദൈവാത്മാവ് എന്ത് ചെയ്തെന്നറിയാമോ? ക്രിയ ചെയ്യുവാൻ തുടങ്ങി. അന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് ദേശത്തിന് വേണ്ടിയുള്ളതും എന്നെപ്പോലെ എൻ്റെ സമസ്വഭാവമുള്ള വ്യക്തി ജീവിതങ്ങൾ എന്ത് ചെയ്തു? മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്ന് ഈ ഭവനത്തിന് കീഴിലും പ്രിയപ്പെട്ടവർ പരദേശികളായി പാർക്കുന്ന ഈ ഭവനത്തിന് കീഴിൽ ഇന്ന് ഒരു കൃപ ഹല്ലേലൂയ ഈ കൂടിവരവിന് കൃപ ഒരുക്കിയെങ്കിൽ എന്തോ ഉദ്ദേശമുണ്ട്. വെറുതെ ഒന്നുമല്ല, ഒരു ഉദ്ദേശമുണ്ട്. നാം ഇരിക്കുന്നു, അല്പസമയം ഇരുന്നു, എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, പോയി. എന്നാൽ ദൈവം മുന്നമേ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ആർക്കും പറയുവാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? അനേക പ്രതിസന്ധിയിൽ കൂടി കടന്നു വന്ന് ഒരു സന്തോഷം അനുഭവപ്പെടുവാൻ, ദൈവകൃപ വ്യാപരിക്കുവാൻ, ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, ചിലത് നടമാടണം. ആ കൃപയിലെത്തും വരെ എന്ത് ചെയ്തു? കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചെങ്കിൽ അതിൽ ഒന്നാമൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ ഭാവിയിൽ ഒന്നാമൻ ഞാനാണ്. കാര്യം പൗലോസ് സാധാരണക്കാരനല്ല. ഗമാലയേലിന്റെ പാഠശാലയിൽ ന്യായപ്രമാണം അരച്ചു കുടിച്ച് അതിൻ്റെതായ ജീവൻ പ്രാപിച്ച്
നല്ല അധികാരത്തോടു കൂടി ഇരുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഏവർക്കും ലേഖനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാം. എന്നാൽ ഈ പൗലോസ് പറയുന്ന ആ പാവിയിൽ ഒന്നാമൻ ഞാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ട് കൃപ ലഭിച്ചു? ഈ ഏകജാതനായ പുത്രൻ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ വന്നെങ്കിൽ, എൻ്റെ പാവങ്ങളെ മോചിപ്പാൻ വേണ്ടി ഭൂമിയിൽ വന്നെങ്കിൽ, ഞാൻ അവനിൽ വിശ്വസിച്ചത് കൊണ്ട് സൗജന്യമായിട്ട് എന്ത് ചെയ്തു? എനിക്ക് രക്ഷ കിട്ടി. എന്നാൽ ഈ നിക്കോദീമോസിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം, ഈ വ്യക്തി എന്ത് ചെയ്യുന്നറിയാം? സമൂഹത്തെ, അതായത് ഈ പള്ളിപ്രമാണി, ഇങ്ങനെ പള്ളിയെക്കുറിച്ച് കുറ്റം പറയുവല്ല,